ടോമേ ഈ ഫയലൊന്നും അമൃത്സറിന്റെ ക്യാമ്പിൽ കൊടുത്തേക്കണേ. പിന്നെ ടോമിന്ന് ഇവിടെ എല്ലാവർക്കും ബിരിയാണി കൊടുത്തല്ലേ? കൊടുത്തു. നമുക്കൊന്നും കിട്ടിയില്ല. നിനക്കും വേണോ? പിന്നെ ഓഫീസിൽ കുറച്ച് പേർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നത് പാർശ്ശായിട്ടല്ലേ ടോമേ? നമുക്കും വേണം. ഒരു മിനിറ്റ്. എന്റെ ബിരിയാണി നീ കഴിച്ചു. അയ്യോ വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാൻ വെറുതെ തന്നെന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ പിന്നെ ടോമിന് വേണ്ടേ? ഞാൻ പുറത്തേക്ക് കഴിച്ചോളാം. ശരി. വല്ലാത്ത തലവേദന ആയിപ്പോയത്. ടോം, താങ്ക് യു. ബിരിയാണി അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, മമ്മി തിരക്കെന്ന് പറഞ്ഞേക്ക്. ഒരു ദിവസം എനിക്ക് വീട്ടിലോട്ട് വരണം. മമ്മിയെ കാണാൻ. നമ്മുടെ നേരിട്ട് താങ്ക്സ് പറയണ്ടേ? പിന്നെ വെഡിങ് ആനിവേഴ്സറിക്കോ വരാൻ പറ്റിയില്ല. ഒരു ദിവസം വന്ന് വീട്ടിൽ ഫുൾ ടൈം നിൽക്കണം. എന്നിട്ട് കുറേ നേരം അവിടുത്തെ ടൈമൊക്കെ എൻജോയ് ചെയ്തിട്ട് പോകണം. അപ്പോൾ ടോമിന് വർക്ക് ടൈം ഞാൻ ഡിസ്ട്രാക്ഷൻ ആവണില്ല. നടക്കട്ടെ. താങ്ക്സ് ഒന്നും ഇല്ലേ? എന്റെ പൊന്നു ശരണി, നീ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ തീരത്തൂല, നിനക്കൊന്നും മനസ്സിലാവത്തൂല്ല. ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നാളായി. ടോം തന്നെ പറഞ്ഞു കൊടുക്കല്ല. അതായത് 8-10 മാസമായി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞിട്ടാ നിങ്ങളുടെയാ? എന്തൊക്കെയാ ചേച്ചി പറയണേ? മൊത്തം പോയോ? അല്ല ചേച്ചി, നീ നമ്മുടെ ടോമിനെ ആദ്യമായിട്ട് കാണുന്നതേ നമ്മുടെ ഓഫീസിൽ വരുമ്പോഴല്ലേ ഫസ്റ്റ്? അപ്പൊ പിന്നെ നിങ്ങൾ കാണുന്നതിന് മുമ്പേ കെട്ടിയാ? എന്റെ പൊന്നു ശരണ്യെ, ഞങ്ങളിപ്പൊ എന്ത് പറഞ്ഞാലും നിന്റെ തലയിൽ കയറത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഒരു കാര്യം എടുത്ത് ഞാൻ പറയാം. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാ. അതും വെറുതെ കെട്ടിയതൊന്നല്ല. കുറേ നാൾ സ്നേഹിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചതാ. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് മാറി നിൽക്കേണ്ടി വന്നു. അതാണ് സംഭവം. ഇപ്പൊ വീണ്ടും കല്യാണം കഴിക്കാൻ പോണോ? അതിന് ഓൾറെഡി കല്യാണം കഴിക്കുന്നത് നമ്മൾ നേരത്തെ കഴിച്ചിട്ടുണ്ടല്ലോ. എന്നാലും എന്റെ പൊന്നു ജെസ്സി, ഇത് വല്ലാത്തൊരു കൊടും ചതിയായിപ്പോ. ഇത്രയും ദിവസം കൂടെ നടന്നിട്ട് നീ ഈ ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്റെ പൊന്നു ശരണ്യ, നീ ഇത് ആരോട് പറയരുത്. ഞങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ പോകും. പ്രത്യേകിച്ച് സാറിനോട്. സാറാണെങ്കിൽ ഇതൊന്നും അറിയത്തുമില്ല. പ്ലീസ്. ഞാനായിട്ട് എന്തായാലും പറയൂല. രക്ഷപ്പെട്ടിട്ടോ. പക്ഷേ നല്ല ചെലവേണം. ചെയ്യാം, ചെയ്തേ പറ്റും.